മണ്ണിനടിയിലുള്ള ഒരു വസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വസ്തു ഏത് തന്നെ ആഴയിലും അതിലേക്ക് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ലോറിയുടെ ഭാഗങ്ങളാവാം, ലോറിയാവാം, മറ്റ് വസ്തുക്കളല്ല ആവാം, അല്ലെങ്കിൽ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ മൂടിപ്പോയ മറ്റു വസ്തുക്കളാവാം. ഇത്തരം സാധ്യതകളെല്ലാം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് നൽകുന്നത് പ്രതീക്ഷകളാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ, ഈ 7ാം ദിവസത്തിൽ ഇത്തരം എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മിഥുൻ, ഇത്തരം റഡാർ പരിശോധനകളിൽ ദൃശ്യമാകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള ശാസ്ത്രീയ വിശകലനമാണ് നമുക്ക് നടത്തേണ്ടത്? എന്താണ് ഈ തരത്തിലുള്ള തെരച്ചിൽ സംവിധാനത്തിന്റെ സാധാരണ രീതി? സജിത്ത്, തീർച്ചയായും എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഡാറിൽ നിന്ന് 2 സിഗ്നൽ ലഭിച്ചു എന്നാണ് പറയപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ അത് ലോറിയുടെ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ അവർ കാക്കുന്നത് അത് ലോറി തന്നെയാകാം. ലോറിയിൽ നിന്നുള്ള ആ ഒരു സിഗ്നൽ തന്നെയാണ് ഈ റഡാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന് തന്നെയുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടി അവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ്? അതായത് ഈ പറയുന്ന കരയിലെ മണ്ണ് കഴിഞ്ഞ ദിവസങ്ങൾ നീക്കം ചെയ്തിരുന്നു. പക്ഷേ ആ ഭാഗത്ത് ലോറി കണ്ടെത്താനായിരുന്നില്ലായിരുന്നു. പക്ഷേ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തിട്ടില്ലായിരുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇന്ന് രാവിലെ എത്തിച്ച അത്യാധുനിക സംവിധാനമുള്ള ഈ റഡാറുകളിൽ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. 2 സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 2 സിഗ്നൽ ലോറിയിലേക്ക് എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കാരണം സൈന്യം അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില പാർട്സുകൾ കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ ലോറിയുടെ തന്നെയാണോ? കാരണം നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം ഈ ലോറി മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. മറ്റേതെങ്കിലും വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെയൊക്കെ ഭാഗങ്ങൾ തന്നെയാണോ ഇതിനടിയിലുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അത് തിരിച്ചറിയുന്നതിന്, കാരണം ഈ റഡാർ സംവിധാനങ്ങൾ കൊണ്ട് അത് ലോറിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ഒരു സാധനമുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ടുണ്ട് എന്ന് കണ്ടെത്താൻ മാത്രമാണ് ഈ ഒരു റഡാർ സംവിധാനത്തിലൂടെ സാധിക്കുകയും ചെയ്യുക. എന്തായാലും ഈ അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ പരിശോധനയിൽ ഇപ്പോൾ 2 സിഗ്നലുകൾ, അതും ഈ കരയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ശുഭവാർത്തയായി നമുക്ക് ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അത് കൂടുതൽ പരിശോധന ഇപ്പോൾ നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ കൂടുതൽ മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട്. കൂടുതലും മണ്ണ് മാറ്റുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കം ചെയ്ത ആ രീതിയിൽ മണ്ണ് മാറ്റാൻ സാധിക്കില്ല. കാരണം മണ്ണ് കൂടുതൽ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോട് കൂടി മാത്രമേ ആ മേഖലയിലെ മണ്ണുകൾ ഇനി നീക്കം ചെയ്യാവുള്ളൂ എന്ന് ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൂടി മാനിച്ചുകൊണ്ട്, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തന്നെയാണ് സേന ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം, ആ ദൗത്യം തുടരുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ശുഭകരമായിട്ടുള്ള വാർത്ത ലഭ്യമാകുന്നു. 2 സിഗ്നലുകൾ ഈ റഡാറുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പൂനെയിൽ നിന്ന് എത്തിച്ച ഈ റഡാറുകളിൽ നിന്നാണ് ഈ ഒരു ശുഭകരമായ വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അത് ലോറിയുടേതാണോ അതോ മറ്റേതെങ്കിലും വസ്തുക്കളുടേതാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരിശോധിക്കേണ്ടത്. എന്തായാലും അതേ അറിയണമെങ്കിൽ അവിടുത്തെ ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ള ആ സ്ഥലത്ത് മണ്ണുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് എവിടെ നിന്നാണോ സിഗ്നൽ ലഭിച്ചത് ആ ഭാഗത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ സൈന്യം കടന്നിരിക്കുന്നത്. സൈദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിഥുൻ, ഒരു കാര്യം കൂടിയുള്ളത്, അവിടുത്തെ മണ്ണിന് വളരെ പ്രത്യേകതയുണ്ട്, മണ്ണിന്റെ ഘടനയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാധ്യത നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നതാണ്, അത് അവർ പങ്കുവച്ചിരുന്നതുമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ മണ്ണിനടിയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, മെറ്റൽ ഭാഗങ്ങളാണ് സാധാരണ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുക. അങ്ങനെയെങ്കിൽ അത്തരം സാധ്യതകൾ തേടുമ്പോൾ അത് മണ്ണിനടിയിലുള്ള വസ്തുക്കളിലേക്ക് എത്താൻ കൂടുതൽ ഈ അന്വേഷണ സംഘത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതായി മാറും അല്ലേ ഇപ്പോഴത്തെ ഈ ലഭ്യമാവുന്ന സിഗ്നലുകൾ, അല്ലേ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ ഒരുപക്ഷെ ഈ ലോറിയിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ, പൂർണ്ണമായും മണ്ണ് നീക്കിയില്ല എങ്കിൽ പോലും തന്നെ തുടരുക. കേണൽ ഡിന്നി നമുക്കൊപ്പമുണ്ട്. കേണൽ ഡിന്നി, സൈന്യത്തിന്റെ പരിശോധന